ഹായ് ഓൾ, വെൽക്കം ടു എൻ്റർടൈൻമെൻറ്റ് വിത്ത് ആദി. വെറ്റിനറി സർജൻ ഗ്രേഡ് 2 ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ പാർട്ട് 9 ആണ് ഇന്ന് നോക്കുന്നത്. ഗോയിങ് ടു ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 33. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് IgA antibody? 1. IgA antibody does not have a hinge region. Instead, it has an additional fourth constant domain. 2. IgA antibody is transported onto mucosal secretions through epithelial cells with the help of secretory component. 3. Polymeric immunoglobulin receptor PIGR is also called secretory component. 4. PIGR protects the IgA antibody from digestion by intestinal protease enzyme. IgA ആൻറ്റിബോഡിയെ കുറിച്ച് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതെല്ലാമാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ഓൺലി 1, ബി ഓൺലി 1 and 2, സി ഓൺലി 1 and 3 ആൻഡ് ഡി ഓൺലി 2, 3 and 4. സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും കൂടെ നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1. IgA antibody does not have a hinge region. Instead, it has an additional fourth constant domain. സോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് IgA ആൻറ്റിബോഡിക്ക് ഒരു ഹിഞ്ച് റീജിയൻ ഇല്ല എന്നാണ്. പകരം അതിന് ഒരു അഡീഷണൽ ഫോർത്ത് കോൺസ്റ്റൻറ്റ് ഡൊമൈൻ ആണ് ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന ചിത്രം നോക്കുക. ഇതിൽ ഹിഞ്ച് റീജിയനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഇനി IgA ആൻറ്റിബോഡി രണ്ട് ടൈപ്പാണുള്ളത്, IgA1ഉം IgA2ഉം. അതിൽ കമ്പയർഡ് ടു IgA1, IgA2ൻ്റെ ഹിഞ്ച് റീജിയൻ കുറച്ചും കൂടെ ചെറുതായിട്ടുള്ളൊരു ഹിഞ്ച് റീജിയൻ ആണ്. പക്ഷേ ഹിഞ്ച് റീജിയൻ ഇവിടെ ആബ്സെൻ്റ് ആണെന്ന് പറയാൻ കഴിയില്ല. IgA1നും IgA2നും ഹിഞ്ച് റീജിയൻ ഉണ്ട്. പക്ഷേ കമ്പയർഡ് ടു IgA1, IgA2ൻ്റെ ഹിഞ്ച് റീജിയൻ കുറച്ച് ചെറുതാണെന്നേ ഉള്ളൂ. സോ ഓപ്ഷൻ 1, അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1 ഇവിടെ റോങ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് 2. IgA antibody is transported onto mucosal secretions through epithelial cells with the help of secretory component. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഇവിടെ ആൻറ്റിബോഡിയുടെ സ്ട്രക്ചറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം, സെക്രട്ടറി കോമ്പണൻറ്റ്. ഈ സെക്രട്ടറി കോമ്പണൻറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് IgA ആൻറ്റിബോഡിയെ മ്യൂക്കോസൽ സെക്രേഷൻസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ മറ്റൊരു പേരാണ് പോളിമെറിക് ഇമ്യൂണോഗ്ലോബുലിൻ റിസപ്റ്റർ. ആൻഡ് ഇത് ഇൻഡസ്ട്രിയൽ പ്രോട്ടിയേസ് എൻസൈമിൻ്റെ ആക്ടിവിറ്റിയിൽ നിന്ന് IgA ആൻറ്റിബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റേറ്റ്മെൻറ്റ് 3ഉം 4ഉം കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ദാറ്റ് ഈസ് അതിലെന്താ പറയുന്നത്, പോളിമെറിക് ഇമ്യൂണോഗ്ലോബുലിൻ റിസപ്റ്റർ ഇസ് ഓൾസോ കോൾഡ് സെക്രട്ടറി കോമ്പണൻറ്റ് നമ്മൾ പറഞ്ഞു. ദെൻ 4ൽ പറഞ്ഞിരിക്കുന്നത് PIGR പ്രൊട്ടക്ട് ദ IgA ആൻറ്റിബോഡി ഫ്രം ഡൈജഷൻ ബൈ ഇൻഡസ്ട്രിയൽ പ്രോട്ടിയേസ് എൻസൈം, അതും കറക്റ്റ് ആണ്. സോ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 2ഉം 3ഉം 4ഉം കറക്റ്റ് ആണ്. ഒന്ന് മാത്രമാണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൺലി 2, 3 and 4 ആർ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 34. Which of the following statement is or are correct about lymph node? Statement 1. B cells predominantly populated in the cortex area. 2. T cells predominantly populated in the paracortex area. 3. Lymph nodes trap the antigens carried in the bloodstream. 4. Immunoglobulin class switching and memory cell formation takes place in the germinal center. So, ലിംഫ് നോഡിനെ കുറിച്ച് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏതെല്ലാമാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ലിംഫ് നോഡ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് ബീൻ ഷേപ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് അവർ ബോഡി ആൻഡ് ഇറ്റ് ആക്ട് ആസ് എ ചെക്ക് പോയിൻറ്റ് ദാറ്റ് ട്രാപ്സ് harmful substances like bacteria, viruses and cancerous cells, etc. And it activates immune responses with specialized lymphocytes before returning clean fluid into bloodstream. Coming to the internal structures, ലിംഫ് നോഡിന് 3 പാർട്സ് ആണുള്ളത്. ഒരു മെഡുലറി റീജിയൻ, പാരാകോർട്ടെക്സ് റീജിയൻ, കോർട്ടെക്സ് റീജിയൻ. ദെൻ ഏറ്റവും പുറമെയുള്ള കോർട്ടെക്സ് റീജിയനിലാണ് ബി സെൽസ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ആൻഡ് ടി സെൽസ് പ്രിഡോമിനൻ്റ്ലി കാണപ്പെടുന്ന റീജിയനാണ് പാരാകോർട്ടെക്സ് റീജിയൻ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ജെർമിനൽ സെൻറ്റർ. ജെർമിനൽ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ എസെൻഷ്യൽ സൈറ്റ്സ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് പ്ലാസ്മ സെൽസ് ആൻഡ് മെമ്മറി ബി സെൽസ്. സോ പ്ലാസ്മ സെൽസും മെമ്മറി ബി സെൽസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജെർമിനൽ സെൻറ്റേഴ്സിന് നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ആൻറ്റിബോഡി ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന സെൻറ്റർ എന്ന് പറഞ്ഞത് ജെർമിനൽ സെൻറ്റർ ആണ്. ഇനി ക്വസ്റ്റ്യനിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ബി സെൽസ് പ്രിഡോമിനൻ്റ്ലി പോപ്പുലേറ്റഡ് ഇൻ ദ കോർട്ടെക്സ് ഏരിയ. കറക്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കോർട്ടെക്സ് ഏരിയയിലാണ്. ബി ഡിപ്പെൻഡൻറ്റ് ഏരിയ എന്ന് പറയുന്നത് കോർട്ടെക്സ് ഏരിയ എന്ന് പറഞ്ഞു. ദെൻ ടി സെൽസ് പ്രിഡോമിനൻ്റ്ലി പോപ്പുലേറ്റഡ് ഇൻ ദ പാരാകോർട്ടെക്സ് ഏരിയ, അതും കറക്റ്റാണ്. പാരാകോർട്ടെക്സ് ഏരിയ ആണ് ടി ഡിപ്പെൻഡൻറ്റ് ഏരിയ. ദെൻ ലിംഫ് നോഡ്സ് ട്രാപ്സ് ദ ആൻറ്റിജൻസ് ക്യാരീഡ് ഇൻ ദ ബ്ലഡ് സ്ട്രീം, അത് തെറ്റാണ്. ലിംഫ് നോഡ് ട്രാപ്പ് ചെയ്യുന്നത് ബ്ലഡ് സ്ട്രീമിലുള്ള ആൻറ്റിജൻസിനെ അല്ല, ലിംഫിലുള്ള ആൻറ്റിജൻസിനെയാണ് ലിംഫ് നോഡ് ട്രാപ്പ് ചെയ്യുന്നത്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ദെൻ ഫോർത്ത് വൺ, immunoglobulin class switching and memory cell formation takes place in the germinal center.
സോ നമ്മൾ നേരത്തെ ജെർമിനൽ സെൻറ്ററിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ ബി സെൽസ് ആണ് കൂടുതലുള്ളതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മെമ്മറി സെൽസ്, ഇമ്യൂണോഗ്ലോബുലിന് ഇതൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്ന സെൻറ്റർ എന്ന് പറഞ്ഞത് ജെർമിനൽ സെൻറ്റർ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സോ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും ഇവിടെ കറക്റ്റാണ്. സോ ഇതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം 4ഉം ആണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. Going to next question. Question number 45. Scrub typhus is a zoonotic rickettsial illness which is transmitted by options A. ticks, B. mosquitoes, C. mites, D. fleas. സ്ക്രബ് ടൈഫസ് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏത് ഓർഗാനിസം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ടിക്സ്, മൊസ്കിറ്റോസ്, മൈറ്റ്സ്, ഫ്ലീസ്. സോ എന്താണ് സ്ക്രബ് ടൈഫസ് എന്ന് നോക്കാം. ഇൻഫെക്ഷസ് ആയിട്ടുള്ള മൈറ്റിൻ്റെ ബൈറ്റ് വഴി ഹ്യൂമണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒരു പൊട്ടൻഷ്യലി സിവിയർ ഇൻഫെക്ഷസ് ഡിസീസാണ് സ്ക്രബ് ടൈഫസ് എന്ന് പറയുന്നത്. ഇറ്റ് കോസ് ഫീവർ, ഹെഡേക്ക്, മസിൽ പെയിൻ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റീവ് സ്കിൻ ലീഷൻസ്. സ്ക്രബ് ടൈഫസ് അൺട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ലങ്, ഹാർട്ട്, ബ്രെയിൻ ആൻഡ് മൾട്ടി ഓർഗൻ കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കും. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത് മൈറ്റ്സ് ആണ്. ഓപ്ഷൻ സി മൈറ്റ്സ്. Moving to next question, question 46. An occurrence of a disease in excess of its anticipated frequency is called options A. epidemic, B. pandemic, C. endemic, D. sporadic. എപ്പിഡമിക് ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിയിലോ ഒരു റീജിയണിലോ ഒരു കേസ് ഓഫ് ഇൽനെസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഹെൽത്ത് റിലേറ്റഡ് ഇവൻറ്റ്സ് ഒക്കറിയാണ്. അതും എങ്ങനെ ഒരു നോർമൽ എക്സ്പെക്റ്റൻസിനേക്കാളും അധികമായിട്ട്, നോർമൽ എക്സ്പെക്റ്റൻസിനേക്കാളും എക്സസ് ആയിട്ട് ഒരു ഇൽനെസ്സോ ഒരു ഹെൽത്ത് റിലേറ്റഡ് ഇവൻറ്റ്സോ ഒരു റീജിയണിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്നതിനെയാണ് എപ്പിഡമിക് എന്ന് പറയുന്നത്. അതിനിപ്പോൾ ഒരു എക്സാമ്പിളാണ് ഡയറിയ ഔട്ട് ബ്രേക്ക്. അതായത് ഡയറിയ എന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ ബോൺ ഡിസീസാണെന്ന് നമുക്കറിയാം. സോ ഈ ഒരു കോമൺ വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം എടുത്തിട്ടുള്ള, കണ്ടാമിനേറ്റഡ് വെള്ളം എടുത്തിട്ടുള്ള ആ ഒരു പ്രദേശത്തുള്ള എല്ലാവർക്കും വരുന്നൊരു അസുഖമാണ് ഡയറിയ എന്ന് പറഞ്ഞത്. പാൻഡമിക് ഡിസീസ് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള COVID-19 ഒരു പാൻഡമിക് ഡിസീസാണ്. അതായത് ഒരു ഭാഗത്ത് നിന്നങ്ങ് പൊട്ടിപ്പുറപ്പെട്ടതാണ് അല്ലേ. ഔട്ട് ബ്രേക്സ് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ് ക്രോസിങ് ഇൻ്റർനാഷണൽ ബൗണ്ടറീസ് ആണ് പാൻഡമിക് ഡിസീസസ് എന്ന് പറഞ്ഞത്. ഇതിൽ മോർട്ടാലിറ്റിയും മോർബിഡിറ്റിയും കൂടുതലായിരിക്കും. ഒരു വൈഡ് ജോഗ്രഫിക് ഏരിയയിലേക്ക് അങ്ങ് പകർന്നു പിടിക്കുന്നതിനെയാണ് പാൻഡമിക് ഡിസീസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എൻഡമിക് ഡിസീസ്. നമുക്കറിയാം എൻഡമിക് സ്പീഷീസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ആ ഒരു പ്രദേശത്ത് മാത്രമായിട്ട് കാണപ്പെടുന്നതിനെയാണ്. അതുപോലെ തന്നെ എൻഡമിക് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രദേശത്ത് മാത്രമായിട്ട്, ഒരു ജോഗ്രഫിക് ഏരിയയിൽ മാത്രമായിട്ട് കാണുന്ന ആ ഒരു ഡിസീസിനെയാണ് എൻഡമിക് ഡിസീസ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് മലേറിയ. നമ്മുടെ ഇന്ത്യയിലൊക്കെ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു എൻഡമിക് ഡിസീസാണ് മലേറിയ. അതുപോലെ തന്നെ യെല്ലോ ഫീവർ, ഇറ്റ്സ് എൻഡമിക് ഇൻ ആഫ്രിക്ക ആൻഡ് സൗത്ത് അമേരിക്ക. സോ എപ്പിഡമിക്, പാൻഡമിക്, എൻഡമിക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് സ്പൊറാഡിക് ഡിസീസ് എന്ന് നോക്കാം. ഇൻഫ്രീക്വൻ്റ്ലി, ഇറഗുലർലി, ഇന്ന സ്ഥലത്തെന്നോ ഇന്ന സമയത്തെന്നോ എന്നൊന്നുമില്ലാതെ ഒരു ഐസൊലേറ്റഡ് സ്ഥലത്തോ അല്ലെങ്കിൽ സ്കാറ്റേഡ് ആയിട്ടുള്ള സ്ഥലത്തോ ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകുന്ന ഡിസീസസ് ആണ് സ്പൊറാഡിക് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് റാബിസ്, ക്യാൻസർ. ഇതൊക്കെ എപ്പോൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന സമയത്ത് ഉണ്ടാകുന്നു എന്നൊന്നുമില്ല. എവിടെ ഉണ്ടാകണം എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ ഓരോ ഭാഗത്ത് ഉണ്ടാകുന്നതിനാണ് സ്പൊറാഡിക് ഡിസീസ് എന്ന് പറയുന്നത്. സോ എപ്പിഡമിക്, പാൻഡമിക്, എൻഡമിക്, സ്പൊറാഡിക് ഇത് ക്ലിയർ ആയി. സോ എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്തോ അല്ലെങ്കിൽ ഒരു ജില്ലയിലോ ഒരു സിറ്റിയിലോ ഒക്കെ ആളുകൾക്കിടയിൽ ഒരു രോഗം സാധാരണയിലും വേഗത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു അവസ്ഥയാണ്, അങ്ങനത്തെ ഒരു ഡിസീസിനെയാണ് എപ്പിഡമിക് ഡിസീസ് എന്ന് പറയുന്നത്. പാൻഡമിക് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഒരു ജോഗ്രഫിക് ഏരിയയിൽ നിന്ന് തുടങ്ങി അത് പല കൺട്രീസിലേക്ക് വ്യാപിക്കുന്ന ഒരു ഔട്ട്ബ്രേക്കാണ് പാൻഡമിക് എന്ന് പറയുന്നത്. എൻഡമിക് എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ചില കൺട്രീസിൽ എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്നത് പോലെ ഉണ്ടാകുന്ന ഡിസീസസ് ആണ് എൻഡമിക് ഡിസീസ്, ആ ഭാഗത്ത് കാണപ്പെടുന്ന ഡിസീസ്. സ്പൊറാഡിക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ഉണ്ടാകുന്ന ഡിസീസസ് ആണ് സ്പൊറാഡിക്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് an occurrence of a disease in excess of its anticipated frequency is called, അതെന്താണ്? അതാണ് എപ്പിഡമിക് ഡിസീസ് എന്ന് പറയുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, എപ്പിഡമിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 48. ISO 14000 ഈസ് റിലേറ്റഡ് ടു ഓപ്ഷൻ എ ഫുഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ്, ബി എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ്, സി ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ഡി ഓൾ ഓഫ് ദ എബോവ്. എന്താ ചോദിച്ചിരിക്കുന്നത്? ISO 14000 ഇത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ വരുന്നത് ഫുഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ്, എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ്, ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ഓൾ ഓഫ് ദ എബോവ് എന്നിവയാണ്. എന്താണ് ISO 14000? ഇതെന്താണെന്ന് നോക്കാം.
See the importance of ISO 14000 in environmental management and sustainability. So നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ISO 14000 is related to environmental management and sustainability ആണ്. ഇനി എന്താണ് ഈ ISO 14000നെ കൊണ്ട് അർത്ഥമാക്കുന്നത്, ഇതെന്തിനാണ് എന്ന് നമുക്ക് നോക്കാം. ISO 14000 is a family of international standards for environmental management systems that helps organizations reduce their environmental impact, comply with the laws and improve operational efficiency. ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം വഴിയുള്ള പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ISOനെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം പല കമ്പനികളും പലതരത്തിലുള്ള പൊല്യൂഷൻസ് കാരണമാവുന്നുണ്ട്. സോ അത്തരത്തിലുള്ള പൊല്യൂഷൻസ് കുറയ്ക്കുക, സുസ്ഥിരമായിട്ടുള്ള വികസനം സാധ്യമാക്കുക എന്നതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിനെ കൊണ്ട് പരിസ്ഥിതിക്ക് കാര്യമായ ദോഷങ്ങളൊന്നും സംഭവിക്കുന്നില്ല. പാരിസ്ഥിതിക നിയമങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് എന്നതാണ് ഈ ISO സർട്ടിഫൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് ISO 14000 ഈസ് റിലേറ്റഡ് ടു എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 49. അക്കോർഡിംഗ് ടു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് 2016, വേസ്റ്റ് ഷാർപ്സ് ഇൻക്ലൂഡിംഗ് മെറ്റൽസ് ആർ സെഗ്രിഗേറ്റഡ് ഇൻ ഡാഷ് കളർ കോഡഡ് കണ്ടെയ്നേഴ്സ്. ഓപ്ഷൻസ് എ റെഡ്, ബി യെല്ലോ, സി വൈറ്റ്, ഡി ബ്ലാക്ക്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് പ്രകാരം വേസ്റ്റ് ഷാർപ്സ്, മെറ്റലൊക്കെ പോലെയുള്ള വേസ്റ്റ് ഷാർപ്സ് ഏത് കളർ കോഡഡ് കണ്ടെയ്നറിലാണ് സെഗ്രിഗേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെന്നാൽ പല നിറത്തിലുള്ള ഡസ്റ്റ് ബിന്നുകൾ നമുക്ക് കാണാൻ കഴിയും, കണ്ടെയ്നേഴ്സിനെ കാണാം. അപ്പോൾ ഈ കണ്ടെയ്നേഴ്സിനെ അതിൻ്റെ കളർ അനുസരിച്ചിട്ടാണ് അതിൽ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കുക, ഒരു 4 കളർ തന്നിട്ടുണ്ട്: റെഡ്, യെല്ലോ, ബ്ലൂ, വൈറ്റ്. ഇൻഫെക്റ്റഡ് പ്ലാസ്റ്റിക്സ് ആയിട്ടുള്ള സിറിഞ്ചസ്, ഗ്ലൗസസ് ആൻഡ് പ്ലാസ്റ്റിക് വേസ്റ്റ് എന്നിവയാണ് റെഡ് കളർ കണ്ടെയ്നേഴ്സിലേക്ക് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇൻഫെക്റ്റഡ് വേസ്റ്റ് ആയിട്ടുള്ള സോയിൽഡ്, അനാട്ടമിക്കൽ, കെമിക്കൽ ലിക്വിഡ്, സൈറ്റോടോക്സിക് ലബോറട്ടറി വേസ്റ്റുകൾ, എക്സ്പയർഡ് ആൻഡ് ഡിസ്കാർഡഡ് മെഡിസിൻസ് ഇങ്ങനെയുള്ളവയാണ് ഈ യെല്ലോ കളർ കണ്ടെയ്നേഴ്സിലേക്ക് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. ദെൻ ആൻറ്റിബയോട്ടിക് വയൽസ്, ഗ്ലാസ് വെയർസ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് വയൽസ്, മെറ്റാലിക് ഇംപ്ലാന്റ്സ്, ഗ്ലാസ് വെയർ മെറ്റീരിയൽസ്, സൈറ്റോടോക്സിക് ആയിട്ടുള്ളത് ഒഴിച്ചുള്ള മറ്റു ഗ്ലാസ് വെയർ മെറ്റീരിയൽസൊക്കെ ബ്ലൂ കളറിലേക്കാണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. ദെൻ ഷാർപ്സ്, നീഡിൽസും കട്ടായിട്ടുള്ള ഗ്ലാസസും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഷാർപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ വൈറ്റ് കളർ കണ്ടെയ്നറിലേക്കാണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഷാർപ്സ്, മെറ്റൽ ഷാർപ്സ് ഒക്കെ ഏതിലേക്കാണ് വരുന്നതെന്നാണ്. അപ്പം വൈറ്റ് കളർ കണ്ടെയ്നേഴ്സിലേക്കാണ് ഇത് വരുന്നത്. നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. വൈറ്റ് കളർ കണ്ടെയ്നറിലാണ് മെറ്റൽ ഷാർപ്സ്, വേസ്റ്റ് ഷാർപ്സ് വരുന്നത്. Next question, question number 50. Which among the following statement is incorrect with respect to Casanova forest disease? Options A. It is zoonotic disease caused by highly infectious mosquito-borne bacteria. Option B. Monkeys and humans are susceptible to the disease. C. It was first discovered in 1957 from Casanova forest area of Shimoga district. D. KFD vaccines are used in humans in endemic areas. ഖയാസനൂർ ഫോറസ്റ്റ് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഖയാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന് നോക്കാം. ഖയാസനൂർ ഫോറസ്റ്റ് ഡിസീസ് KFD, ഇത് മങ്കി ഫീവർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതൊരു ടിക്ക് ബോൺ വൈറൽ ഹെമറേജിക് ഡിസീസാണ്. ഇറ്റ് ക്യാൻ ബി ഫേറ്റൽ ടു ഹ്യൂമൻസ് ആൻഡ് അതർ പ്രൈമേറ്റ്സ്. ഈ KFD ഫസ്റ്റ് എമേർജ് ചെയ്തിരിക്കുന്നത് ഖയാസനൂർ ഫോറസ്റ്റ്, കർണാടകയിലെ ഖയാസനൂർ ഫോറസ്റ്റിലാണ് ഇൻ 1957. It is caused by Casanova forest disease virus. ടിക്ക് സ്പീഷീസ് ഹീമോഫൈസാലിസ് സ്പിനിഞ്ചറയാണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ ബാക്ടീരിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഒരു ടിക്ക് ബോൺ വൈറൽ ഹെമറേജിക് ഡിസീസാണ് കാസനോവ ഫോറസ്റ്റ് ഡിസീസ്. ഈ ടിക്ക് സ്പീഷീസ് ജനറലി സർവൈവ് ചെയ്യുന്നത് മങ്കീസിലാണ്. സ്മോൾ റൊഡൻസ്, മങ്കീസ്, ബേർഡ്സ് പ്ലേ എ റോൾ ഇൻ KFTB ട്രാൻസ്മിഷൻ. പ്രിവെൻഷൻ ഈസ് ത്രൂ വാക്സിനേഷൻ ആസ് വെൽ ആസ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് such as protective clothing and tick population control. Vaccine for KFDB consists of formalin inactivated KFDB. സോ നമ്മൾ ഈ KFDBനെ കുറിച്ച് പറഞ്ഞത് ഇതൊരു ടിക്ക് ബോൺ ഡിസീസ് ആണെന്ന് പറഞ്ഞു. മങ്കീസ്, പ്രൈമേറ്റ്സ്, ഹ്യൂമണിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസ് ആണെന്ന് പറഞ്ഞു. ഇതിന് വാക്സിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ നമുക്ക് മനസ്സിലായത്. ഇനി നമുക്ക് ഓപ്ഷൻസ് ഒന്നും കൂടെ നോക്കാം. ഓപ്ഷൻ എ, ഇറ്റ്സ് എ സൂണോട്ടിക് ഡിസീസ് കോസ്ഡ് ബൈ ഹൈലി ഇൻഫെക്ഷ്യസ് മോസ്കിറ്റോ ബോൺ ബാക്ടീരിയ. അത് ഇൻകറക്റ്റ് ആണ് അല്ലേ?
ഒരു ടിക് ബോൺ ഡിസീസ് ആണെന്ന് പറഞ്ഞു, വൈറൽ ഡിസീസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഓപ്ഷൻ എ തെറ്റാണ്. ദെൻ ഓപ്ഷൻ ബി monkeys and humans are susceptible to the disease കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ഇറ്റ് വാസ് ഫസ്റ്റ് ഡിസ്കവർഡ് ഇൻ 1957 ഫ്രം കാസിനോ ഫോറസ്റ്റ് ഏരിയ ഓഫ് ഷിമോഗ ഡിസ്ട്രിക്ട്, അതും കറക്റ്റ് ആണ്. ദെൻ ഓപ്ഷൻ ഡി KFT വാക്സിൻസ് ആർ യൂസ്ഡ് ഇൻ ഹ്യൂമൻസ് ഇൻ എൻഡമിക് ഏരിയാസ്, അതും കറക്റ്റ് ആണ്. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇൻകറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇന്ന് നമ്മൾ എത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇനിയൊരു 4-5 ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.